അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോറോ ഹെൽത്തിന്റെ കേരളത്തിലെ ഓഫീസുകളിൽ നിന്ന് ജീവനക്കാരെ പിരിച്ചുവിടാൻ ഉറച്ചു കമ്പനി. നാളെ നടത്താൻ നിശ്ചയിച്ച സമവായ ചർച്ചയിൽ കമ്പനി പ്രതിനിധികൾ പങ്കെടുത്തേക്കില്ല. പിരിച്ചുവിട്ട ജീവനക്കാർക്ക് നൽകാനുള്ള നഷ്ടപരിഹാരം നൽകിയതോടെ നിയമപ്രശ്നങ്ങളില്ല എന്ന നിലപാടിലാണ് കമ്പനി. ഇതോടെ കൊച്ചിയിലും കോഴിക്കോടുമായി ജോലി ചെയ്തിരുന്ന 900ഓളം ജീവനക്കാർ പെരുവഴിയിലാകും. ജീവനക്കാരെ മുഴുവൻ ഒറ്റയടിക്ക് പിരിച്ചുവിടാൻ തീരുമാനിച്ച കോറോ ഹെൽത്ത് കമ്പനിയുമായി ഒരു അനുനയ നീക്കത്തിനാണ് സർക്കാർ ശ്രമം. എന്നാൽ ഇതിനോട് സഹകരിക്കുന്ന സമീപനമല്ല കമ്പനി സ്വീകരിക്കുന്നത്. പിരിച്ചുവിട്ട ജീവനക്കാർക്ക് നൽകേണ്ട നഷ്ടപരിഹാര തുകയായ 3 മാസത്തെ ശമ്പളം ഏതാണ്ട് എല്ലാവർക്കും തന്നെ കമ്പനി നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ലേബർ കോഡ് അടിസ്ഥാനമാക്കിയാണ് കമ്പനിയുടെ നീക്കം. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് വിഷയത്തിൽ ഇടപെടുന്നതിലും പരിമിതിയുണ്ട്. അതേസമയം നാളെ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന് കമ്പനി ഇതുവരെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെന്ന് ഉമാ തോമസ് MLA ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കുട്ടികളുടെ തൊഴിൽ കളയുകയല്ല, നമുക്ക് ഇവരെയും കൂടെ ചേർത്ത് നിർത്തേണ്ടതുണ്ട്. അവർക്ക് എന്തുകൊണ്ടാണ് വർക്കില്ലാത്തതെന്ന് പഠിച്ച് നമുക്ക് അവരെയും കൂടി സഹായിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരം രീതിയിൽ തന്നെ അവരോട് പറഞ്ഞപ്പോൾ അവര് മീറ്റിങ്ങിന് വരും എന്നാണ് പറഞ്ഞിരുന്നത്. ചർച്ചയ്ക്ക് വരില്ല എന്നല്ല പറഞ്ഞ, ചർച്ചയ്ക്ക് വന്നോളാം, എവിടെ വേണമെങ്കിൽ വന്നോളാം എന്നാണ് അവർ നമ്മളോട് സംസാരിച്ചിട്ട് പോയിരിക്കുന്നത്. ലേബർ കോഡിന്റെ മറവിൽ തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടി പ്രതിഷേധാർഹമാണെന്ന് മുൻ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ആരോപിച്ചു. കമ്പനി തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷയെ അട്ടിമറിച്ചു. IT സ്ഥാപനങ്ങളിൽ നടക്കുന്ന തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ CITU പ്രതിഷേധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് വ്യക്തമായ നിയമലംഘനമാണ്. അതിനാൽ ഈ നിയമവിരുദ്ധ പിരിച്ചുവിടലിനെതിരെ ലേബർ കമ്മീഷണർക്കും ലേബർ കോടതികൾക്കും മുന്നിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആയി ഉന്നയിക്കുവാനും തൊഴിലാളികളെ തിരിച്ചെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങാനും CITU മുൻകൈയെടുക്കും. കൂട്ടപ്പിരിച്ചുവിടൽ കേരളത്തിന് ഐ ഓപ്പണറാണെന്നും ഇതിൽ സംസ്ഥാന സർക്കാർ നോക്കുകുത്തിയാകരുതെന്നും A റഹീം MP പറഞ്ഞു. ഇപ്പോൾ കോറോ ഹെൽത്തിനെ, അവരുടെ കമ്പനി മാനേജ്മെന്റിനെ ഇത്തരമൊരു അന്യായമായ കൂട്ടപ്പിരിച്ചിൽ വിടലിന് പ്രേരിപ്പിച്ചത്, അവർക്കതിനുള്ള ധൈര്യം കൊടുത്തത് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന ഈ ലേബർ കോഡാണ്. 300-ലധികം പേരെ പിരിച്ചുവിടുകയാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അനുമതിയില്ലാതെ ചെയ്യാനാകില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും വ്യവസ്ഥ. അപ്പോൾ ഇപ്പോഴും സംസ്ഥാന സർക്കാരിനകത്ത് റോളുണ്ട്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കേരളത്തിലെ ഓഫീസുകളിൽ നിന്ന് 300-ഉം ബാംഗ്ലൂരിൽ നിന്ന് 200-ഉം ജീവനക്കാരെ കമ്പനി പിരിച്ചുവിട്ടിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് ഇപ്പോഴത്തെ കൂട്ടപ്പിരിച്ചുവിടൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.